തമിഴ്നാട് മുഖ്യമന്ത്രിയായി വി ജോസഫ് വിജയ് അധികാരത്തിലെത്തിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അദ്ദേഹം പുതിയതായിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപമുള്ള 717 ടാസ്മാക് മദ്യവിൽപ്പനശാലകൾ അടിയന്തരമായി പൂട്ടാൻ അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു. പൊതുജനക്ഷേമം മുൻനിർത്തി കണ്ടെത്തിയ എല്ലാ മദ്യശാലകളും 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടാനാണ് ഭരണപരമായ നിർദ്ദേശം. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മദ്യവിതരണ കോർപ്പറേഷനാണ് ടാസ്മാക്. ടാസ്മാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. കേരളത്തിലെ ബെപ്കോ പോലെ കേരളത്തിൽ മദ്യപാനീയങ്ങൾ വിൽക്കുന്നതിനുള്ള കുത്തക അവകാശം ബെപ്കോയ്ക്കാണ് ഉള്ളത്. അതുപോലെ തമിഴ്നാട്ടിൽ ഈ ഒരു അധികാരം ഉള്ളത് ടാസ്മാക് കമ്പനിക്കാണ്. തമിഴ്നാട്ടിൽ വിദേശ മദ്യത്തിന്റെയും ബിയറിന്റെയും മൊത്തക്കച്ചവടവും റീറ്റെയിൽ വിൽപ്പനയും പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ ഒരു സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ലേറ്റസ്റ്റ് നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി ഒരു സർവേ നടത്തുകയുണ്ടായി. അതിൽ കണ്ടെത്തിയത് ആരാധനാലയങ്ങൾക്ക് സമീപം ഏകദേശം 276 മദ്യശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ എന്നിവയ്ക്ക് സമീപം 186 മദ്യശാലകൾ, പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾക്ക് സമീപം 255 മദ്യശാലകൾ. ഈ കണ്ടെത്തിയതനുസരിച്ചാണ് ഇപ്പോൾ 717 ഔട്ട്ലെറ്റുകൾ ഉള്ളതായും അവയെല്ലാം ക്ലോസ് ചെയ്യണമെന്നും ഈ ഉത്തരവിൽ പറയുന്നത്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ അഥവാ ടാസ്മാക്കിന്റെ കീഴിൽ 4765 മദ്യ വിൽപ്പനശാലകളാണ് ഉള്ളത്. പുതിയ ഈ ഒരു ഉത്തരവോടെ ആകെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം 15% കുറയും. വിജയിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ ലഹരി വിമുക്ത തമിഴ്നാട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഇത്. സ്ത്രീകളുടെയും വിവിധ സാമൂഹിക സംഘടനകളുടെയും ദീർഘകാലമായുള്ള ഒരു ആവശ്യമായിരുന്നു ഇത്. നടൻ കമലഹാസൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ചൈന സന്ദർശിച്ച് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ബെയ്ജിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നു. മെയ് 13 മുതൽ 15 വരെയാണ് പ്രസിഡന്റ് ട്രംപിന്റെ ചൈന സന്ദർശനം. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിനിടെ ഒരു US പ്രസിഡന്റ് നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണിത്. മെയ് 13-ാം തീയതി ഡൊണാൾഡ് ട്രംപ് ബെയ്ജിംഗിലെത്തും. മെയ് 14-ാം തീയതി ഔദ്യോഗിക സ്വീകരണവും ഷീ ജിൻപിങ്ങുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും നടക്കും. മെയ് 15-ന് ഇരു നേതാക്കളും തമ്മിലുള്ള അവസാനവട്ട ചർച്ചകൾക്ക് ശേഷം പ്രസിഡന്റ് ട്രംപ് മടങ്ങും. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളും വിമാനങ്ങളും ചൈന വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഡിസ്കസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രസിഡന്റ് ട്രംപിനോടൊപ്പം US-ലെ ബിസിനസ് പ്രതിനിധികളും യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ആഗോള പ്രശ്നങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടും. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികൾ, സാങ്കേതികവിദ്യ കൈമാറ്റം, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി തർക്കങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി മുതൽ നാഷണൽ മീഡിയ അങ്ങനെയുള്ള രാജ്യത്തെ എല്ലാവരും ഇപ്പോൾ ഈ ഒരു വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഈ തർക്കം ഇപ്പോൾ രാജ്യത്തുടനീളം ഇതൊരു ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതിൽ നല്ല പ്രയാസമുണ്ട്. അതുപോലെ തന്നെ ഈ കമന്റ്സുകളിൽ പറയുന്നത് എല്ലാവരും പറയുന്നത് VD സതീശനെ ഇപ്പോൾ CM ആക്കിയില്ലെങ്കിൽ, അടുത്ത ചീഫ് മിനിസ്റ്റർ ആക്കിയില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെയും KC വേണുഗോപാലിനെയും എല്ലാം അവരെവിടെ നിന്നാലും തോൽപ്പിക്കും എന്ന രീതിയിലാണ് കമന്റ്സ് ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ രാഹുൽ ഗാന്ധിക്ക് രക്ഷപ്പെടാൻ എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞ അദ്ദേഹം കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞതെങ്കിലും അതൊരു നല്ല ഐഡിയ ആയിട്ടാണ് തോന്നുന്നത്. 5 വർഷവും 5 മുഖ്യമന്ത്രിമാരെ ആക്കുക. ഇപ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ K സുധാകരൻ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായ കൊള്ളാവുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് 78 വയസ്സാണ്. വിക്കിപീഡിയയിൽ കാണുന്നത് അദ്ദേഹത്തിന് 78 വയസ്സുണ്ടെന്നാണ്. ഇനി ആ പാവം മനുഷ്യൻ ഇനി എപ്പോൾ മുഖ്യമന്ത്രി ആകാനാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം K സുധാകരനെ മുഖ്യമന്ത്രി ആക്കണം. രണ്ടാമത്തെ വർഷം ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് വളരെ നല്ല ഭൂരിപക്ഷം നേടിയ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അദ്ദേഹം ഇനി എപ്പോൾ ഒരു മുഖ്യമന്ത്രി ആകാനാണ്? അദ്ദേഹത്തിന് ആഗ്രഹം കാണും മുഖ്യമന്ത്രി ആകണം. അദ്ദേഹത്തെയും ഒരു വർഷം മുഖ്യമന്ത്രിയാക്കുക. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ അടുത്ത വർഷത്തെ ചാൻസ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. അദ്ദേഹത്തിന് 69 വയസ്സാണ്. അപ്പോൾ അദ്ദേഹവും കഴിഞ്ഞ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വളരെ ശക്തമായി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി ഒന്ന് മാറിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് ഇതുവരെ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹവും ഒരു വർഷം മുഖ്യമന്ത്രി ആകട്ടെ. അടുത്തത് KC വേണുഗോപാൽ, അദ്ദേഹത്തിന് 63 വയസ്സാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ
പുറകിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ട്, ആവശ്യമായ പുറത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത് കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹവും ഒരു വർഷം മുഖ്യമന്ത്രിയാകട്ടെ. ഏറ്റവും ലാസ്റ്റ് വി.ഡി. സതീശൻ, അദ്ദേഹത്തിന് 61 വയസ്സാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ഒരു വർഷം ആകട്ടെ. വേണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഈ 4 പേര് മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് എല്ലാവരും കെ സുധാകരൻ തൊട്ട് കെ.സി. വേണുഗോപാൽ വരെയുള്ള സമയത്ത് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ടും വേണമെങ്കിൽ വർക്ക് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ വി.ഡി. സതീശന് ഇപ്പോൾ പ്രവൃത്തി പരിചയക്കുറവുണ്ട് എന്ന ഒരു കുറവ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ആ കുറവ് നികത്താനും ഇത്തരത്തിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ആകുന്നത് സഹായിക്കും.